മലയാള സിനിമയുടെ പൂമുഖത്ത് വാത്സല്യത്തിൻ്റെ വിളക്കായി തെളിഞ്ഞു നിൽക്കുന്ന ഒരമ്മ ശ്രീമതി കവിയൂർ പൊന്നമ്മയാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. അമ്മ വേഷങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം. എപ്പോഴും അമ്മ വേഷമേ ചെയ്തിട്ടുള്ളൂ. അമ്മ വേഷങ്ങൾ ചെയ്യുകയും ഓരോന്നും അവിസ്മരണീയമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അതെനിക്കറിയില്ല, അത് പ്രേക്ഷകർ പറയുന്നത്. ശരിക്കും ഇപ്പോൾ പുതിയ കാല മലയാള സിനിമയിൽ അടുത്തിടെ വായിച്ചു കേട്ടൊരു വാർത്ത, നമ്മുടെ വളരെ സജീവമായിട്ടുള്ള ചില നായികമാർ അവരിൽ ചിലരോട് കുറച്ച് മെച്യൂർഡായിട്ടുള്ളൊരു ക്യാരക്ടർ ഒരു അമ്മ വേഷം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവരതിനോട് വിമുഖത കാണിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ പൊന്നമ്മ ചേച്ചിയുടെ ഒക്കെ ഒരു കരിയറിൻ്റെ ആരംഭം മുതൽ ഏറ്റവും ചെറിയ പ്രായം മുതൽ അല്ലേ അമ്മ കഥാപാത്രങ്ങൾ മടികൂടാതെ ഏതാണ്ട് 22 വയസ്സുള്ളപ്പോൾ തൊമ്മൻ്റെ മക്കൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. ആരൊക്കെയായിരുന്നെന്നറിയാമോ മക്കൾ? സത്യമാഷും മധുസാറും. സത്യമാഷ് എന്ന് എൻ്റെ അച്ഛനേക്കാളും ഒക്കെ പ്രായമുള്ള ആളായിരുന്നു. മധുസാർ അതെ. മലയാള സിനിമയുടെ ചരിത്രം പിന്നീട് ആളുകൾ പരിശോധിക്കുമ്പോൾ 80-90 വർഷം നീളുന്ന ഇത്രയും സിനിമകളുടെ ഒരു നിരയിൽ അമ്മ കഥാപാത്രങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടുകൊണ്ടൊരു അഭിനേത്രി അല്ലേ? അങ്ങനെയല്ല, 22ാമത്തെ വയസ്സിൽ തുടങ്ങി ഇപ്പോഴും അതിനൊരു ഇടവേള സൃഷ്ടിക്കാതെയാണ് പൊന്നമ്മ ചേച്ചി ചെയ്യുന്നത്. അത് മലയാളികളുടെ ഭാഗ്യമാണ്. ഒപ്പം ഈ സിനിമകളിൽ ചിലതിന് പുരസ്കാരങ്ങൾ ലഭിച്ചത് നോക്കിയാൽ ഇപ്പോൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സപ്പോർട്ടിംഗ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ട്. 71, 72, 73. പിന്നെ തേന്മാവിൻ കൊമ്പത്തിനും കിട്ടിയിട്ടുണ്ട്. അത് മദ്രാസിൻ്റെയും കിട്ടി, ഇവിടെ കേരളത്തിൽ നിന്ന് കിട്ടി. എനിക്ക് ആദ്യം കിട്ടിയത് കുടുംബിനി സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഗവൺമെൻറ്റിൻ്റെ അല്ല, മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ. ആദ്യത്തെ അവാർഡ് അതാണ് ശരിക്കും. 64-ലൊക്കെ അല്ലേ? 64-ൽ. ശരിക്കും നമ്മൾ ഈ പറയുന്ന 60-കളുടെ 70-കളുടെ കഥകളൊക്കെ ഒരുപക്ഷെ പറഞ്ഞു തരാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന അതിഥികളിൽ കൂടുതൽ പേർക്കും പറ്റില്ല. പുതിയ കാല സിനിമയുടെ പ്രതിനിധികളാണല്ലോ കൂടുതലും ഇൻ്റർവ്യൂസിൽ വരിക. അപ്പോൾ പൊന്നമ്മ ചേച്ചിയിൽ നിന്നൊക്കെ അങ്ങനെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അന്നത്തെ സിനിമയുടെ ഒരു സംസ്കാരം, സമ്പ്രദായങ്ങൾ, സൗഹൃദങ്ങൾ. LPR വർമ്മയാണ് എന്നെ ലാസ്റ്റ് സംഗീതം പഠിപ്പിച്ച ആൾ. അപ്പോൾ അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു കുടുംബിനി. അപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിങ്ങനെ ഒരു സംഭവമുണ്ട്, കൊച്ചിന് നല്ല വേഷമാണ്, പക്ഷേ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ പോകണം, പക്ഷേ മദ്രാസിൽ പോകണം. അന്നൊക്കെ മദ്രാസിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. എൻ്റെ അമ്മ കിണറ്റി ചാടാനൊക്കെ പോയി. അന്നത്തെ കാലം എങ്ങനെയാണ്? അതെ അതെ. പെൺപിള്ളേർ സിനിമയ്ക്കും നാടകത്തിനും ഒക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്കിന്ന് വരെ ഒരു പ്രശ്നങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. കുടുംബിനി ഡയറക്ടർ ചെയ്തത് ശശികുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം പോയത്. എല്ലാവരുടെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട്. പി ഭാസ്കർ മാഷ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ കൂടെയൊക്കെ അന്നത്തെ ലീഡിങ് ഡയറക്ടർമാരാണ് അവരൊക്കെ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അന്ന് ഒരു കുടുംബം പോലെ അല്ലേ ഒത്തുചേർന്ന് ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ചിട്ടുണ്ട് ഞാനും നസീർക്കയും. ഒരു പാത്രത്തിൽ കൊണ്ടുവരാൻ ലേറ്റായി, പാത്രമൊക്കെ എടുത്തുകൊണ്ട് വരാൻ ലേറ്റായി. അപ്പോൾ നമുക്കിതിൽ ഇട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു ഹൃദയബന്ധമായിരുന്നു അന്ന്.